ഹലോ ഫ്രണ്ട്സ്, നാടൻ വിഭവങ്ങൾ തനത് രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. നാടൻ രീതിയിൽ ഹോംലി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. ഒരു 15 മുതൽ 20 വരെ വെളുത്തുള്ളി അല്ലികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുശേഷം നമ്മളിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുഴമ്പ് പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് മസാലക്കൂട്ടുകളാണ് സ്വാഭാവികമായിട്ടും. അതെന്ന് പറയുന്നത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പകുതി നാരങ്ങ. പിന്നെ നമ്മൾ ചെയ്യുന്നത് നാരങ്ങ നീര് ഉപയോഗിച്ച് ഈ മസാലക്കൂട്ടുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഈ മസാലക്കൂട്ടുകളും കൂടി നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് കഴിവതും ബോൺലെസ് ചിക്കനാണ്. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ കൂടുതൽ മീറ്റുള്ള പോർഷൻ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. ഇതിലും നമ്മൾ മീറ്റ് കൂടുതലുള്ള പോർഷൻസാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ പീസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കുന്ന പോലെ മീഡിയം പീസിനെക്കാട്ടിലും ചെറിയ പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചിക്കൻ പിടിപ്പിക്കുക. അതിനുശേഷം നമ്മളൊരു 15 മുതൽ അരമണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റിൽ വെക്കുക. നല്ല രീതിയിൽ തന്നെ ഈ ചിക്കൻ റെസ്റ്റിൽ വെക്കുക. അത് കുറച്ച് നേരം കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മീറ്റിലേക്ക് മസാലക്കൂട്ടുകളും ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ എടുക്കുക. അതിനുശേഷം കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കറിവേപ്പില മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ചിക്കൻ്റെ ഓരോരോ പീസ് നല്ല രീതിയിൽ ഒന്നൊന്നേ തൊടാത്ത രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം മസാല നമ്മൾ എണ്ണയിലേക്ക് ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചിക്കൻ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് മസാല നമ്മൾ മാറ്റണം. തട്ടിക്കുടഞ്ഞ് മാറ്റിയിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറയുമ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. അപ്പം എണ്ണ അധികം കൺസ്യൂം ചെയ്യില്ല. ചിക്കൻ സോഫ്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ അകത്തെ പ്രത്യേകത. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇത് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോവുകയും ചെയ്യും. ചിക്കൻ അതുപോലെ തന്നെ ഹാർഡാവും, ഭയങ്കര ഹാർഡായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സോഫ്റ്റ് ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. അതായത് 20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു 4 പ്രാവശ്യം നമ്മളിത് ചിക്കൻ മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിം ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒറ്റ ഇതിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഒറ്റ ഇതിൽ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കുക്ക് ചെയ്ത് വറുത്ത് കോരുമ്പോഴത്തേക്കും അകത്ത് എണ്ണയിൽ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ മസാല നമ്മൾ വാരി റിമൂവ് ചെയ്യുക. എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടേ അടുത്ത പീസ് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ മസാല കരിഞ്ഞിട്ട് മൊത്തത്തിൽ ചിക്കനൊരു കരിവ് ചുവ ഉണ്ടാവും. അതുകൊണ്ട് മസാല അധികം എണ്ണയിലുണ്ടെങ്കിൽ അത് നമ്മൾ കോരി മാറ്റണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കംപ്ലീറ്റ് പ്രവാസി ഒരു ചാനലാണ്. നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. ഈ അവസരത്തിൽ നിങ്ങളോടത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, നമ്മൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.